യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജൂൺ 13 തിരുസഭാ മാതാവ് ഇന്ന് പാതുവായിലെ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടുവാനായിട്ട് നാം ഓരോരുത്തരും വിശുദ്ധ അന്തോനീസിന്റെ അടുക്കിലേക്കാണ് ഓടിയണയുന്നത്. കാണാതെ പോയ വസ്തുക്കളുടെ മധ്യസ്ഥൻ എന്നാണ് വിശുദ്ധ അന്തോനീസ് അറിയപ്പെടുന്നത് തന്നെ. ഒരു പ്രാവശ്യം വിശുദ്ധ അന്തോനീസിന്റെ ആശ്രമത്തിൽ ഒരു കള്ളൻ കയറുകയും അവിടെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ടു പോവുകയും അതിനോടൊപ്പം തന്നെ വിശുദ്ധ അന്തോനീസ് ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കുവാൻ വച്ചിരുന്ന കുറിപ്പും കൂടെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ആ കള്ളൻ ഒരുപാട് ദൂരം പോകുന്നതിന് മുന്നേ തന്നെ ഒരു ദൂതൻ ആ കള്ളന് മുന്നിൽ വന്ന് നിൽക്കുകയും ഊരിയെടുത്ത വാളുമായി തൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തത് കണ്ട് ഭയന്ന് ആ മോഷ്ടാവ് തനിക്കുണ്ടായിരുന്ന താൻ എടുത്തുകൊണ്ടുവന്ന എല്ലാം തന്നെ തിരികെ ആശ്രമത്തിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അന്നു മുതലാണ് വിശുദ്ധ അന്തോനീസ് കാണാതെ പോയ വസ്തുക്കൾ കണ്ടുകിട്ടുവാനായിട്ടുള്ള മധ്യസ്ഥനായിട്ട് മാറുന്നത് തന്നെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കേണ്ടത് വിശുദ്ധ അന്തോനീസ് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. എന്താണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് കാണാതെ പോയത്? നമ്മൾ ഓരോരുത്തരും സ്വർണം കാണാനില്ല, വാച്ച് കാണാനില്ല, പണം കാണാനില്ല, അങ്ങനെ തുടങ്ങുന്ന പല കാര്യങ്ങളും കാണാത്തതിൻ്റെ പേരിൽ വിശുദ്ധ അന്തോനീസിൻ്റെ അടുക്കിലേക്ക് ഓടി അണയുന്നുണ്ട്. എന്നാൽ വിശുദ്ധ അന്തോനീസ് നൽകുന്ന സന്ദേശം എന്ന് പറയുക അന്തോനീസിൻ്റെ കരങ്ങളിലായിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ രൂപം, അതോടൊപ്പം തന്നെ ഒരു ബൈബിളും വിശുദ്ധ അന്തോനീസ് കരങ്ങളിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അതുതന്നെയാണ് വിശുദ്ധ അന്തോനീസ് നമുക്ക് നൽകുന്ന സന്ദേശവും തന്നെ. വിശുദ്ധ അന്തോനീസ് പറയുന്നുണ്ട്, നിങ്ങളിൽ നഷ്ടമായ ഉണ്ണിയേശുവുണ്ട്, നിങ്ങളിൽ നഷ്ടമായ വചനമുണ്ട്, അവ കണ്ടെത്തുവാനായിട്ട് ആദ്യം പരിശ്രമിക്കുക എന്നാണ് വിശുദ്ധ അന്തോനീസ് നമുക്ക് നൽകുന്ന സന്ദേശം. ആ ഒരു സന്ദേശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശുദ്ധ ഗ്രന്ഥം നഷ്ടമാക്കിയിട്ടുണ്ടോ? നഷ്ടമാക്കിയിട്ടുണ്ട് താനും. ഞാൻ യേശുവിനെ നഷ്ടമാക്കിയിട്ടുണ്ടോ? ഉണ്ട് താനും. ഇവ രണ്ടും നഷ്ടമാക്കിയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ കടന്നു വരുവാനുള്ള ഏക കാരണം ഇവ തന്നെയാണ്. ആയതിനാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധ അന്തോനീസ് നൽകിയ ആ ഒരു സന്ദേശം, നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്ന യേശുവിനെയും ബൈബിളിനെയും വിശുദ്ധ ഗ്രന്ഥത്തെയും കൊണ്ടുവരുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. എങ്കിൽ മാത്രമേ ക്രിസ്തു എന്നോടൊപ്പം ഉണ്ടാവുകയും വചനം എൻ്റെ ഉള്ളിൽ വരികയും അതിനെ തുടർന്ന് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. എങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടമാകാതെ ഇരിക്കുകയുള്ളൂ. ആ ഒരു സന്ദേശത്തിൽ നിലനിന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ നഷ്ടമാക്കിയ ക്രിസ്തുവിനെ തേടാം, ഞാൻ നഷ്ടമാക്കിയ വചനത്തെ തേടാം. ഇവ രണ്ടും കണ്ടെത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സുന്ദരമാകും. വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ നമുക്ക് നഷ്ടമാക്കിയ ഇവയെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.